പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ പണി കൊടുത്തിരിക്കുകയാണ്. തീവ്രവാദത്തെ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കരുത് എന്നൊരാവർത്തി പാക്കിലെ സാധാരണ ജനങ്ങൾ പാകിസ്ഥാനോട് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ പാകിസ്ഥാൻ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയാണ് അല്ലെങ്കിൽ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവിടുത്തെ ആളുകളുടെ വരുമാന മാർഗം കൃഷിയാണ്. കൃഷി നശിച്ചു തുടങ്ങി. അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല. മരുന്ന് കയറ്റുമതി ഇന്ത്യ നിർത്തി. അങ്ങനെ ദുസ്സഹമാണ് അവിടുത്തെ ജനജീവിതം. ഇതിനെല്ലാം കാരണം പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദത്തെ വളർത്തൽ, തീവ്രവാദികളെ അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യക്ക് നേരെ നടത്തുന്ന ആക്രമണം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാവാൻ കാരണം എന്ന് പാക് ജനത തിരിച്ചറിയുന്നു. പാകിസ്ഥാൻ ഭരണകൂടത്തോട്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പട്ടാളത്തോട് കൂറുള്ള വളരെ കുറച്ച് ജനത മാത്രമേ പാകിസ്ഥാനിലുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ പട്ടാളത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല പട്ടാളത്തിലെ സൈനികർ പോലും പാക് പട്ടാളത്തിലെ സൈനികർ പോലും പാകിസ്ഥാൻ പട്ടാള മേധാവിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത്, എന്തിനാണിപ്പോൾ ആവശ്യമില്ലാതെ ഇത്തരമൊരു ഭീകരാക്രമണം നടത്തി മതം ചോദിച്ചുകൊണ്ട് 26 പേരുടെ ജീവൻ എടുത്തത്? ഒരാവശ്യവുമില്ലാത്തൊരു പ്രശ്നം എന്തിനാണ് പാകിസ്ഥാനിൽ പോയി ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ ഫലമായാണ് ഏകദേശം 5000-ഓളം പാക് സൈനികരാണ് ജോലി രാജിവെച്ച് പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏകദേശം 300-400-ഓളം ഉദ്യോഗസ്ഥർ ജോലി രാജിവെച്ച് പലായനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ യുവാക്കളെ സൈന്യത്തിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവിടുത്തെ യുവാക്കളോട് സംസാരിച്ചപ്പോൾ യുവാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ജീവിക്കണം, സൈന്യത്തിൽ ചേർന്ന് ഇന്ത്യയോട് മുട്ടാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. മൊത്തത്തിൽ പാകിസ്ഥാൻ വല്ലാത്തൊരു അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യണം എന്ന് പാകിസ്ഥാൻ ഇപ്പോഴും അറിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ മോക്ക് ഡ്രിൽ തുടങ്ങി. ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കര, നാവിക, വ്യോമസേനകൾ സജ്ജമായി കഴിഞ്ഞു. യുദ്ധ കോപ്പുകളെല്ലാം സജ്ജമായി കഴിഞ്ഞു. വ്യോമസേനയുടെ യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനികളൊക്കെ സജ്ജമായി കഴിഞ്ഞു. ബ്രഹ്മോസ് മിസൈൽ അടക്കം സജ്ജമായി കഴിഞ്ഞു. സുഖോയ്, റഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങൾ സജ്ജമായി. അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാൻ എതിരെ ഇന്ത്യ പ്രതിരോധിക്കുവാനുള്ള എല്ലാ രീതിയും അവലംബിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി വലിയ രീതിയിൽ കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. മാത്രമല്ല പാകിസ്ഥാനിലെ പട്ടാള മേധാവിയായ സി മുനീറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിനൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ വല്ലാതെ ഭയപ്പാടിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ലോകരാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനൊപ്പം നിൽക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ പറയുന്നു, ഞങ്ങൾ ഒപ്പം തന്നെയുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും പാകിസ്ഥാൻ പറയുന്നത്, ഇന്ത്യ ഏത് നിമിഷവും ആക്രമിക്കും, ഞങ്ങൾ തിരിച്ചടിക്കും. പാക് പ്രധാനമന്ത്രി പറയുകയാണ്, അതിർത്തികളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുമ്പോൾ സംഘർഷം മൂർച്ഛിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഐക്യരാഷ്ട്രസഭയിൽ ലോകരാജ്യങ്ങൾ. എന്നാലും പാകിസ്ഥാൻ മിണ്ടാതിരിക്കില്ല. ഇന്ത്യ നൽകിയ വിട്ടുവീഴ്ചയില്ലാത്ത തിരിച്ചടികൾക്കെതിരെ പാകിസ്ഥാൻ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ സർക്കാർ തുടരുന്ന മൗനത്തിൽ ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പാക് സൈന്യവും ചാര സംഘടനയായ ISIയും ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും പ്രകോപനപരമായ പ്രസ്താവനകളാണ് പാകിസ്ഥാൻ ഭരണകൂടം തുടരുന്നത്. സംഘർഷത്തിന് മൂർച്ച കൂട്ടുന്ന നിലപാടുകളാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും ആക്രമണം ആരംഭിച്ചേക്കാമെന്നാണ് ഖ്വാജ പറയുന്നത്. അതിന് അവർക്ക് തക്കതായ മറുപടി നൽകും. ഇന്ത്യക്ക്
തക്കതായ മറുപടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇസ്ലാമാബാദിൽ പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുൻപില്ലാത്ത വിധം വഷളായത്. അതിനിടെയാണ് പാക് മന്ത്രിയുടെ പ്രകോപനപരമായ പ്രസ്താവന. സമാനമായ പ്രതികരണം ഇൻഫർമേഷൻ മന്ത്രി അത്താർ തരാരും നടത്തിയിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടതായും ഹോജ മുഹമ്മദ് ആസിഫ് പറയുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മേഖലയെ ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന വിമർശനം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഉന്നയിച്ചിരുന്നു. ഖൈബർ പഷ്തൂൺ ബലൂചിസ്ഥാനിലും നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇന്ത്യ പങ്കാളിയാണെന്ന ആരോപണം പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായുള്ള ബന്ധം കലുഷിതമാകുന്നതിനിടെ ഭീകരാക്രമണങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണ ജനങ്ങൾക്കുൾപ്പെടെ ആക്രമണങ്ങളെ നേരിടാനുള്ള പരിശീലനം നൽകാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളോട് മോക്ക് ഡ്രിൽ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും പരിശീലനം നൽകും. ഏപ്രിൽ 22 രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത്. 26 നിരപരാധികളുടെ ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് ഭീകരർക്കെതിരെ പാകിസ്ഥാൻ തുടരുന്ന മൗനത്തിൽ ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും വിമർശനം ശക്തമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് പഹൽഗാമിലെ കൊലയാളികളെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് വകവരുത്താൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊത്താശ ചെയ്യുന്ന പാകിസ്ഥാനെതിരെ കരയിലും കടലിലും ആകാശത്തുമെല്ലാം വലിയ പ്രതിരോധം തന്നെയാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തെ വലിയ ഭയത്തോടെയാണ് പാകിസ്ഥാൻ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്നുള്ള ആശങ്കയുണ്ട്. രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പലായനം ചെയ്യുന്നു. ഇതൊക്കെ പാകിസ്ഥാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അസീം മുനീറിനെ കാണാനില്ല. ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഹോസ്പിറ്റലിലാണ്. ദിവസങ്ങളായി അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട്. മാത്രമല്ല നമ്മുടെ ഒരു സൈനികൻ BSF ജവാനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയി. അതിന് തിരിച്ച് പാകിസ്ഥാൻ്റെ ഒരു തെമ്മാടിയെ നമ്മളും പിടിച്ചുകൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ജവാനെ വച്ച് വിലപേശാമെന്ന് കരുതിയ പാകിസ്ഥാൻ അവിടെയും തിരിച്ചടിയാണ് കിട്ടിയത്. അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാൻ വല്ലാത്ത പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്കുമാണ്. ഇന്ത്യയെ എങ്ങനെയും അനുനയിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ സഹായം മുഴുവൻ തേടിയെങ്കിലും ആരുടെയും സഹായം വേണ്ട, ഞങ്ങളുടെ ആളുകളെ തൊട്ടതിന് തിരിച്ചടിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു.